greener on the other side. Maybe you should come take a trip sometime. Oh, tonight. നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് ഓക്ലൻഡിൻ്റെ അടുത്തുള്ളൊരു ഐലൻഡിലേക്കാണ് പോകാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് കവാവു ഐലൻഡ്. സോ കവാവു ഐലൻഡിലേക്ക് പോകാനായിട്ട് ആദ്യം നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് കവാവു ക്രൂസസിനെയാണ്. സോ അവരെ വിളിച്ച് നമ്മൾ പ്രീ ബുക്ക് ചെയ്യുക നമുക്ക് എത്ര ടിക്കറ്റ് വേണമെന്ന്. സോ വൺ സൈഡ് നമുക്ക് ഒരു $31 നമ്മൾ വാട്ടർ ടാക്സി വഴി പോവുകയാണെങ്കിൽ. അതുപോലെ അവർക്ക് ക്രൂസസും ഉണ്ട്, നമുക്കതിലും വേണമെങ്കിൽ പോകാം. പിന്നെ ഓക്ലൻഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 hour ആണ് എടുക്കുന്നത്. സാൻഡ് സ്പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ക്രൂസസും അല്ലെങ്കിൽ അതിൻ്റെ ഹാർബർ ഉള്ളത്. നമ്മൾ അവിടെ നിന്നായിരിക്കും വാട്ടർ ടാക്സി എടുത്തിട്ട് നമ്മൾ ഐലൻഡിലേക്ക് പോവുക. സോ നമ്മൾ ആ ഡോട്ടഡ് ലൈൻസ് കണ്ടില്ലേ, ബ്ലൂ ലൈൻ, അതുവഴിയാണ് നമ്മളിങ്ങനെ പോണത്. എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് എത്തുന്നതാണ് മാൻഷൻ ഹൗസ്. സോ മാൻഷൻ ഹൗസിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ഈ ഐലൻഡിൽ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. ന്യൂ ഇയറിന് ഞങ്ങളിവിടെ ഓക്ലൻഡിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഈ ഐലൻഡിലേക്കൊന്ന് വരാം. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ പോയിട്ട് പരിചയപ്പെടുത്തി തരാം. കം ഓൺ, ലെറ്റ്സ് ഗോ. ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഞങ്ങളുടെ ഓക്ലൻഡ് ടീംസ്. യോ ബോയ്സ്. നിങ്ങളുടെ പേരൊക്കെ പറയണം. ഇവൻ മാസ്ക് ഇട്ട് മനപ്പൂർവ്വം ഇരിക്കാ തോറ്. കിഷൻ പറയൂ. ഇത് പിന്നെ അറിയാലോ, കിഷൻ, ജിജോ. ഞങ്ങളൊരു അടിച്ചുപൊളി ഗ്യാങ്ങാണ്. ഓൾമോസ്റ്റ് 5000 ഏക്കറോളമാണ് ഈ ഐലൻഡ് വരുന്നത്. കവാവു ഐലൻഡ് ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ഐലൻഡ് ആണ്. അതിലാകെ 10% മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. അത് നോക്കി നടത്തുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ആണ്. സോ ഗായ്സ്, നമ്മളിത് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്സിൽ കണ്ട അതേ മാൻഷൻ ഹൗസിൻ്റെ മുമ്പിലാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പോൾ ബോട്ടിങ്ങിന് പതുക്കെ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഒരു നല്ല കഫേ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞു. ഓക്കെ ബോയ്സ്, ഞങ്ങളിപ്പോൾ മാൻഷൻ ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം പ്രൈവറ്റ്ലി ഓൺ ബോട്ട്സ് ആണ്. സമ്മർ സീസൺ ആകുമ്പോൾ കിവീസ് അവരുടെ ഫാമിലി ആയിട്ട് ബോട്ടൊക്കെ എടുത്ത് ബോട്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോ ഐലൻഡിലേക്കൊക്കെ പോകും. അതാണ് അവരുടെ റിലാക്സിങ് ടൈം. ഓക്കെ, ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ന്യൂസിലൻഡ് ഗവർണറിൻ്റെ ഹോമായിരുന്നു പണ്ടത്തെ. Wow, look at that beauty.
ഇവിടെ വന്നിങ്ങനെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് ഇങ്ങനെ കിടക്കാം. ഓരോരുത്തർ കിടക്കുന്നുണ്ടോ അതുപോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക എല്ലാവരും. എത്ര മണിയായി ഇപ്പോൾ? വെള്ളം മസ്റ്റായിരിക്കും. ഞാൻ പറയുന്നു, ഓർമ്മിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓർഡർ എത്തി. എടാ നീ പോയി എൻ്റെ ഉണ്ട്. അല്ല എൻ്റെതായിട്ട് കോഫി. സോ നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്തത്? നാച്ചോസ്, ബീഫ് നാച്ചോസ് അല്ലേ? ജയദേവ് അതിന് സ്പൂൺ എന്നിട്ട് അത് നമ്മൾ എങ്ങനെ കഴിക്കുന്നത്? ശേഷം ഡിപ്പ് ചെയ്യാം. ചീസല്ല, നിങ്ങളെല്ലാവരും അത് തന്നെയാണല്ലോ ഓർഡർ ചെയ്തത്? ആ അതെൻ്റെ എത്തി. ഇതെന്തായിരുന്നു? ബേക്കൺ ആൻഡ് എന്തോ പൊളിച്ചു. ഇതാരാ പറഞ്ഞത്? സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്. A few moments later. ഞങ്ങൾ മയിലിനെ കണ്ടു ഗൈസ്, മയിലിനെ കണ്ടു. ന്യൂസിലാൻഡിൽ ഈ സാധനം ഇല്ല. പിടിച്ചിട്ടതാണ് ഞാൻ കേട്ടാ. പിടിച്ചിട്ടതല്ലേ നേറ്റീവാ? ഓക്കെ വാ തീരുമാനിച്ചോ എവിടെ പോണേന്ന്? എവിടെയാ? ഓക്കെ, ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടക്കുക. അങ്ങനെ കുറച്ച് വാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പല ടൈമിങ്ങിലുള്ള വാക്സ് ഉണ്ട്. 10 മിനിറ്റ്സ് ഉണ്ട്, 30 മിനിറ്റ്സ് ഉണ്ട്, 45 മിനിറ്റ്സ് ഉണ്ട്. നമുക്ക് ടൈം അനുസരിച്ച് നമുക്ക് ഓരോ ട്രാക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടന്നു തുടങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ പോണ വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. സോ ഞാൻ ഷാബാസിന് ക്യാമറ ഹാൻഡ് ഓവർ ചെയ്യാണ് കൂടുതൽ മയിലിൻ്റെ ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ പിടിച്ചാല് വല്ലബീസ് ആൻഡ് പോസം. ഇവിടെ ഉണ്ട്. ജോർജ് വില്യംസ്. ഓ ഇതാട്ടത്. ഇത് കണ്ടോ, നമ്മൾ ഈ ഇതിനകത്തായിപ്പോൾ ഉള്ളത്. എവിടെ നിൽക്കണം? നമ്മൾ ഈ കുറ്റിക്കകത്ത്. ഇവിടെ നമ്മൾ ഈ നേരെ പോയി ഇതിലെ പോയി ഈ മൈനസ് ഓൾഡ് കോപ്പർ മൈനിൽ വരും. അതാണ് പ്ലാൻ. ഗവർണറും നീസും മാൻഷൻ ഹൗസിൽ പൊട്ടടിക്കണം. പൊട്ടടിക്കുന്നല്ല, നമ്മൾ പോയിക്കുന്നത്. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഒരു കാംഗറൂ ഫാമിലിയിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ വാളബീസ് എന്ന് പറയുന്നത്. സോ ന്യൂസിലാൻഡ് മൊത്തം അതിനെ ഒരു പെസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം ന്യൂസിലാൻഡ് നേറ്റീവ് പ്ലാന്റ്സിനെയും പിന്നെ ഈ ഫാം ലാൻഡ്സും ഒക്കെ ഒരുപാട് അത് നശിപ്പിച്ച് കളയുന്നുണ്ട്. ഗവൺമെൻറ് അതിനെ കംപ്ലീറ്റായിട്ട് അത് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിതിനെ ഈ ബുഷസിൻ്റെ ഇടയിലൊക്കെ കണ്ടു. വളരെ ചെറിയൊരു ജീവിയാണത്. അല്ലടാ ഇത് അത് വേറെ, ഇത് വേറെ. അത് വെക്ക, ഇത് അതിന്റെ കൊക്ക് കാണുന്നില്ലേ?
ആ ചെറുതിനാണോ? ആ ചെറുതാണല്ലേ. അല്ലടാ, അത് കിവിയല്ല. ഒരു ബീക്ക്, അതിന് ഭയങ്കര ലോങ് ആണത്. ശരി, എങ്ങനെ സോ കിവീനെ ഞങ്ങൾ കണ്ടു എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ കിവീനെ കണ്ടില്ല. കിവി അങ്ങനെ യൂഷ്വലി പകൽ സമയത്തൊന്നും നടക്കാറില്ല. അതൊക്കെ ഇങ്ങനെ രാത്രി ആയിരിക്കുള്ളൂ. പോട്ടെ, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഒരു പൊളി ലുക്ക് ഔട്ട് പ്ലേസിലേക്കാണ് ഇപ്പോൾ പോണേ. ഇത് ലേഡീസ് ബേ എന്നാണ് എൻ്റെ പേര്. ഒടുക്കത്തെ ചൂടാണ് എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 45 മിനിറ്റ് ഉണ്ട് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട്. ഒരു കോപ്പർ മൈൻ ഫീൽഡാണ്. അപ്പോൾ അവിടെയും കൂടെ പോയി അവിടെ ഒരു നല്ലൊരു ലുക്ക് ഔട്ട് പ്ലേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഐറ്റം. Come on guys, look at the scenery. ആ scenery അല്ല. കിഷൻ ജയൻ, ഈ ദ്വീപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പോവാനാ? വല്ലാത്ത കൗതുകം നിറഞ്ഞ പിള്ളേരുടെ ഒപ്പമാണ് ഞാനിപ്പോൾ പോകുന്നത്. വളരെ ഡേഞ്ചറസ് ആയ ഒരു പാതയിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മേ, നടന്ന് എവിടെ എത്തിയിട്ടില്ല. പക്ഷെ സീനറി ഒരു രക്ഷയില്ല. എന്താ പറയുക, കാണിച്ചു തരാം. 1 മിനിറ്റ്. നോക്കി സീനറി. ഇങ്ങനെ നമ്മൾ നിന്ന് പോകും. ഇവിടുന്ന് ഒരു അടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ഫീലാണ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ വീട്ടിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം പതുക്കെ തിരിഞ്ഞ് ഇങ്ങനെ നടക്കും. എന്നാടെ ഡിസ്പ്യൂട്ട് ഓൾഡ് കോപ്പർ മൈൻ ചെല്ലും. അതുകൊണ്ട് സൗത്ത് കോവിൽ പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റില്ല, തിരിച്ചങ്ങോട്ട് പോകണം. പോവാമോ? ആ എന്നാ ശരി. എടാ ഒരു രക്ഷയില്ല. കിടിലൻ വ്യൂ, നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തെളിഞ്ഞ ആകാശം. ഞങ്ങളവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഖവാവു ഐലൻഡിൽ പണ്ട് ഉണ്ടായിരുന്നിരുന്ന ഒരു കോപ്പർ ഫീൽഡിലേക്കാണ് പോകുന്നത്, ഒരു കോപ്പർ മൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ കുന്ന് മുഴുവനും താഴേക്കിറങ്ങി ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് ഈ കോപ്പർ മൈൻ ഇരിക്കുന്നത്. പക്ഷെ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി, അതിൻ്റെ ഒരു കുറച്ച് റൂയിൻസ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളത് ജസ്റ്റ് പോയി കാണുന്നു. സോ ഇങ്ങനത്തെ ഐലൻഡുകൾ മിക്കപ്പോഴും ഓൺ ചെയ്യുന്നത് ചില മാവോരി ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ മാവോരി ഇവി ട്രൈബ്സ് എന്ന് പറയും. സോ ഇവിടുത്തെ എൻ്റെ പേരാണ് നാറ്റി മനുഹീരി പറഞ്ഞിട്ട്. അവർ ഈ ഐലൻഡിനെ ഭയങ്കര സീക്രഡ് ആയിട്ടാണ് കാണുന്നത്. ആ കാണുന്നതാണ് കോപ്പർ മൈൻ. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ നടന്നാൽ മതി, പക്ഷെ അവിടം വരെ എത്താനാണ് എൻ്റെ ദൈവമേ മതിയായി. ഇവിടെ മൊത്തം കല്ലും മുള്ളുമാണ്. അയ്യോ, അങ്ങനെ ഞങ്ങളിവിടെ എത്തി. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങളിവിടെ എത്തി. ഇതൊരു കോപ്പർ മൈനാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ
ചെറിയ ചെറിയ ടണൽസും ഷാഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഒന്നും പോകരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ കൂടിയാണോ പോയത്? ഓ ഭയാനകം. സോ ഈ കോപ്പർ മൈനിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ പോടാ. നേരെ പോയാൽ ചിലപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടക്കുകയാണ്. ഇത് വേറെ റൂട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നത്. മുടിയൊക്കെ ചെയ്യിക്കോ? ഷബാസ് പുഞ്ചിരിക്കോ? അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മാൻഷൻ ഹൗസിൻ്റെ ചുറ്റും നടന്ന് നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. മാൻഷൻ ഹൗസ് പബ്ലിക്കിന് വേണ്ടി ഇടയ്ക്ക് തുറക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ വന്ന ദിവസം അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറകിലൊക്കെ പോയി കാണാനുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു ഞങ്ങളുടെ ഫെറി വരാനായിട്ട്. അവസാനം ദേ ഇതാ എത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ നിന്ന് വിട പറയുകയാണ്. ഒരു ഫോട്ടോ എടുക്കാം, സെൽഫി. ഹലോ. that's all right. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ കാറിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുക. നല്ലൊരു ട്രിപ്പായിരുന്നു ശരിക്കും. നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓഫ് കോഴ്സ് ഷെയർ. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ഓക്ലൻഡിലേക്ക് വരുമ്പോൾ ഈ ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.